ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്നേ നല്ലൊരു രീതിയിലൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു വന്നതല്ല. എന്താ പറയാ, നമ്മുടെ ഇന്നലെ മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ്. നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരനെ എന്താ പറയാ, ഒരു അമ്മ കൂട്ടു നിന്നിട്ട് അമ്മയുടെ കാമുകൻ അല്ലെങ്കിൽ രണ്ടാമത്തെ കെട്ടിയോൻ അല്ലെങ്കിൽ രണ്ടാനച്ഛൻ പറയുന്ന ഒരു കാട്ടാളൻ ഉപദ്രവിച്ചു കൊന്നു എന്ന് പറയുന്നത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദി അമ്മയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയും അമ്മമാരുണ്ട് എന്ന് പറയുന്നത് കാണുമ്പോ എന്താ പറയാ, അമ്മ എന്നുള്ള വാക്കിന് തന്നെ ഒരു ഏം, ഒരു 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 വിലയില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സമൂഹം പോകുന്നത്. ആ കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ. അത് പോരാതിന് ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിന്റെ തൊലി കിഴിച്ചിരിക്കുക. എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആ കുഞ്ഞിനെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് 3-ാം മാസത്തില് ഭർത്താവ് മരിച്ചിരുന്നു. 3-ാം മാസത്തിൽ തന്നെ അബോർട്ട് ചെയ്ത് കളയായിരുന്നു, അല്ലെങ്കിൽ അതിനു മുന്നേ കളയായിരുന്നു. ഇങ്ങനെ അതിനെ ജനിപ്പിച്ച് ഇത്രയും ക്രൂവലായി പെരുമാറി അതിനെ ഇഞ്ചി ഇഞ്ചിയായിട്ടാണ് കൊന്നിരിക്കുന്നത്. ഒരു സ്ത്രീ ചെയ്യുന്നതിന്റെ പരമാവധി ക്രൂരത ആ കുഞ്ഞിനെ ആ സ്ത്രീ ചെയ്തിട്ടുണ്ട്. ഈ അഖില പറഞ്ഞ സ്ത്രീയും ആ പറയുന്ന അഖിൽ പറഞ്ഞ ആളും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞ് ആ സ്ത്രീ പ്രഗ്നന്റ് ആയി നിലനിൽക്കെ തന്നെയാണ് തോന്നുന്നത്. ആ സ്ത്രീക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിന്റെ മനോവിഷമത്തിലാണ് അയാൾ ഈ സ്ത്രീനെ വീഡിയോ കോൾ ചെയ്ത് ഞാൻ തൂങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് തൂങ്ങി മരിച്ചത്. ആ അച്ഛനും അമ്മയ്ക്കും ആകെ 2 മക്കളാണ്, അഖിലും അഖിലയും. ഈ പെണ്ണിന്റെ അതേ പേര് തന്നെയാണ് ആ ആ അച്ഛനും അമ്മയ്ക്കുടെ മകൾക്കും ഉള്ളത്. ആ 2 പേരും സൂയിസൈഡ് ചെയ്തു. ഇനി ആരുമില്ല ആ അച്ഛനും അമ്മയ്ക്കും പ്രതീക്ഷയായിട്ട്. ഉള്ളത് ഈ ചെറുമകനായിരുന്നു. ചെറുമകനെ അടുത്ത ആഴ്ച തരാം, ഇനി നിങ്ങൾ വളർത്തിക്കോ പറഞ്ഞിട്ട് സംസാരിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിനെയാണ് ഈ സ്ത്രീ കൊന്ന് ഈ രീതിക്കാക്കിയിരിക്കുന്നത്. ഇനി ഈ സ്ത്രീ ഈ ഇവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് ഈ അർഷാദ് പറഞ്ഞ ആളിന്റെ കൂടെയാണ് പിന്നെ ജീവിച്ചിരിക്കുന്നത്. ഈ അർഷാദ് മുൻപ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടീനെ ഒരു കോമാ സ്റ്റേജ് വരെ എത്തിച്ചിട്ട് ഇപ്പൊ അതൊന്നും മിണ്ടാനും സംസാരിക്കാനും ഈ അർഷാദിന്റെ ക്രൂവാലിറ്റി ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഇത്രയൊക്കെ സംഭവങ്ങൾ ഈ ആൾക്കാരെ പറ്റി ഉണ്ടായിട്ടും ഈ പറയുന്ന പോലീസുകാരും ചൈൽഡ് വെൽഫെയറുകാരും വനിതാ സെല്ലും വെറും നോക്കുകുത്തികളായിട്ട് മാത്രം നിൽക്കുന്നുണ്ട്. അതെങ്ങനെയെന്നാവോ നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ മാസവും പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഹെൽത്ത് സെന്ററിൽ നിന്ന് ആൾക്കാർ വരും, ആശാ വർക്കർമാർ പറഞ്ഞിട്ട്. ഇവർക്ക് ഈ പറയുന്ന പോലെ എഴുതി അവരുടെ പ്രോഗ്രസ് എഴുതി എടുത്ത് കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടാവും. ഇങ്ങനെയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യം മാത്രം കണ്ണിൽ പെട്ടില്ല? എന്തുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യം മാത്രം അവർക്ക് നോക്കാൻ സാധിച്ചില്ല? അപ്പോ ഇവർക്കൊക്കെ മാസം സാലറി ഇങ്ങനെ എല്ലാ മാസം കൃത്യമായിട്ട് വരുമ്പോൾ അത് വാങ്ങിച്ചിട്ട് സ്വന്തം കുടുംബത്തെ പുഷ്ടിപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിനനുസരിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഈ ജോലി ചെയ്യാത്ത ഇവന്മാരയച്ചാലും ഇവളുമാരയച്ചാലും ആരാണെങ്കിലും അവിടെ നിൽക്കുന്നത് ഏത് കൊമ്പത്തെ ആൾക്കാരാണെങ്കിൽ അവരെ ഇറക്കി വിട്ടിട്ട് നമ്മളെ സമൂഹത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ള ആള്, മനസ്സുള്ള ആൾക്കാര്, ഉടനടി ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. എത്രയോ ആൾക്കാർ സമൂഹത്തിലുണ്ട്. അവരെ കയറ്റിയിരുത്തണം. അല്ലാതെ ഇവരെ കയറ്റിയിരുത്തി ഇവരെ തിന്ന് കുടിപ്പിച്ച് പുഷ്ടിപ്പെടുത്താനാ ആണ് നമ്മള് പൈസ കൊടുക്കുന്നെങ്കിൽ വേണ്ട. നമുക്ക് അവരുടെ സേവനം നമുക്ക് വേണ്ട. അവരങ്ങ് മാറ്റിയേക്കുക.
പിന്നെ ഈ സ്ത്രീനെയൊക്കെ ഒരു അമ്മ എന്ന് പറയാൻ പറ്റുമോ? ആ കുട്ടി ആകെ 1.5 വയസ്സേ അതിനുള്ളൂ. അതിനുള്ളിൽ അത് എത്രങ്ങാനും അനുഭവിച്ചിരിക്കുന്നു. അതിനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ കൊണ്ടോയി കൊടുക്കുക. അതിന് അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് പൊന്നുപോലെ വളർത്തിയിട്ടുണ്ടാവും അതിനെ. നിയമത്തിന്റെ മുന്നില് ഫസ്റ്റ് കസ്റ്റോഡിയൻ അമ്മ തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അമ്മയുടെ കയ്യിൽ ഇങ്ങനത്തെ ജാതികളായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പേഴ്സൺ? അതിന് ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പൊ ഈ സ്ത്രീയൊക്കെ അമ്മമാരെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് പെരുമാറുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നത്. കുഞ്ഞിനെ നോക്കാൻ വയ്യച്ച് വേണ്ട, എവിടെയെങ്കിലും അമ്മ തൊട്ടിൽ കൊണ്ടു കൊടുത്തൂടെ? ആ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാരെ നോക്കാന്ന് പറയുന്നത് അവർക്ക് കൊടുത്തൂടെ? എന്തിനാ ഇങ്ങനെ രണ്ടാം ഭർത്താവിന് തിന്നാൻ വേണ്ടിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം? അതിന്റെ ഒരു ആവശ്യവും ഇല്ലല്ലോ. അവനാന്റെ ഇഷ്ടത്തിന് തോന്നിയ പോലെ പോണം, തോന്നിയ പോലെ ഇതാക്കണം, ജീവിക്കണം ഒക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത്. അല്ല തോന്നിയ പോലെ ഇട്ടിട്ടൊന്നുമില്ല. ഞാനൊക്കെ 2 കുട്ടികളുടെ അമ്മയാണ്. 10 വർഷമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഞാനൊക്കെ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ സുരക്ഷിതമായിട്ട് നിർത്തിയിട്ടല്ലേ പോകുന്നത്. അല്ല തോന്നിയ പോലെ ഇട്ടിട്ടാണ് പോകുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും വലിയ സമ്പാദ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവര് എവിടെയൊക്കെ പോയിട്ട് എന്താ കാര്യം? എന്ത് നേടിയിട്ട് എന്താ കാര്യം? ഇപ്പൊ അവരെന്ത് നേടി? ജയിലിന്റെ ഉള്ളിൽ ഉള്ള ജയിലറുടെ സുഖാണോ അവര് നേടിയത്? എന്തായാലും ആ കുഞ്ഞിന് മുന്നിൽ നമ്മൾ തല കുനിച്ച് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു അമ്മ എന്ന നിലയിൽ മനസ്സൊക്കെ പൊട്ടിപ്പോയി ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ. എന്തായാലും ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ.